ഹായ് ഹലോ എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫി ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കുട്ടികൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിമിനറി ആകുമ്പോഴേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തേ വെക്കും. അപ്പോൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത സമയത്ത് ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ ആദ്യത്തെ കുറച്ച് ഡേയ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കാരണം ഇന്ത്യൻ ജോഗ്രഫി കേരള ജോഗ്രഫി നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം, ഉറപ്പായിട്ടും ഒഴിവാക്കരുത്. അപ്പം നിങ്ങൾക്ക് കണ്ടമാനം പഠിക്കാൻ സമയമില്ലാത്ത കുട്ടികൾക്ക് +1 ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇന്ത്യൻ ജോഗ്രഫിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിസിയോഗ്രഫിയുടെ ഒരു ചാപ്റ്റർ കിടപ്പുണ്ട്. ആ ചാപ്റ്ററും നിങ്ങൾ മൊത്തത്തിൽ വായിക്കുകയാണെങ്കിൽ അത് ഒരുപാടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്ട്രക്ചർ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വായിക്കേണ്ട. ഞാൻ തരുന്ന ഈ പോയിന്റ്സ് അത് വളരെ ചുരുക്കിയാണ് തന്നിരിക്കുന്നത്. വേണ്ട പോയിന്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ട് വളരെ ചുരുക്കി ഉള്ള ഒരു PDF നോട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇത് കംപ്ലീറ്റ് കവർ ചെയ്യാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്തോളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സ് എല്ലാം തന്നെ ഇതിനകത്ത് സിമ്പിളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിനാണ് കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലാകാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാൻ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇംഗ്ലീഷിലാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷിനാണ് കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഒരു 2-3 മാക്സിമം ഒരു 3 പേജ് 4 പേജ് മാത്രമേ കാണൂ. ആ 4 പേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ SCERT ബേസ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിലും NCERT ബേസ് ചെയ്ത് പഠിക്കുകയാണെങ്കിലും ഈ ഇത്രയും പോയിന്റ്സ് ആണ് ഈ 2 ടെക്സ്റ്റ് ബുക്കുകൾക്കകത്തും അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ എക്സാംസിനും SCERT NCERTയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ നമ്മൾ റാങ്ക് ഫയൽസ് എല്ലാം കൂടെ കംപ്ലീറ്റ് പഠിക്കുന്നതിനേക്കാളും നമ്മൾ കുത്തിയിരുന്നിട്ട് 9ഉം 8ഉം എല്ലാ ക്ലാസ്സുകളും ഇന്ത്യൻ ജോഗ്രഫി കുത്തിയിരുന്ന് പഠിക്കുന്നതിനേക്കാളും ഉറപ്പായിട്ടും ഒരു ഉപകാരമായിരിക്കും ഈ +1ന്റെ ഈ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളെ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളൂ. നന്നായിട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.